ഹലോ ഡിയേഴ്സ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? പിന്നെ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് രാവിലെ ഹസ്ബൻഡ് എത്തി അബുദാബിയിൽ നിന്ന്. അപ്പോൾ ആൾ വന്ന പാടെ പറഞ്ഞു, ഞങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളിപ്പോൾ കോർഫുഖാനിലാണ്. അപ്പം നമുക്കിന്ന് ദുബായിക്ക് പോകാം, ഷാർജയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ട പാടെ ഭയങ്കര ഹാപ്പി. കാരണം ഞങ്ങൾ ഓൾമോസ്റ്റ് 1.5 മന്തായി ഇവിടെ വന്നിട്ട്. അപ്പം മെയ് 1-നാണ് ഇവിടെ വന്നത്. അപ്പം നമ്മളവിടെ ഒരു വില്ലയിലായിരുന്നു. ഒരുപാട് അതായത് 10-13 ഫാമിലി അവിടെ ഉണ്ട്. സോ എല്ലാവരുമായിട്ട് നല്ലൊരു നല്ലൊരു എന്താ പറയുക, നമ്മുടെ നാട്ടിലത്തെ പോലെയുള്ള ഒരു അടിപൊളി നല്ലൊരു വില്ലയും നല്ല ആൾക്കാർ, സ്നേഹമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇമോഷണലി സോ അറ്റാച്ച്ഡ് ആയിരുന്നു അവരായിട്ട്. അതുകൊണ്ട് അവരെപ്പം വിളിക്കും, എന്നും വിളിക്കും, എന്നും വരാൻ പറയും, എപ്പോൾ കാണാൻ പറയും. അതുകൊണ്ട് അവരെ കാണാനുള്ളൊരു എന്താ പറയുക, ഫുൾ ആ ഒരു ത്രില്ലിലാണുള്ളത്. അതുകൊണ്ട് എപ്പോൾ പോവാന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇന്നലെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ, ഇത് ദ ബുക്ക് യു വിഷ് യുവർ പാരൻസ് ഹാഡ് റീഡ്. ഇത് ഞാൻ 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു കേട്ടോ. 3 ചാപ്റ്റർ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഇത് വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു റിലീഫില്ല. എനിക്ക് മാത്രമുള്ള തോന്നലാണോ എന്താണെന്നുള്ള അറിയില്ല. പിന്നെ ഭയങ്കര ക്ലാരിറ്റി ഓരോ കാര്യങ്ങൾക്കും, ഈവൻ നമ്മളെ ഇമോഷൻസിനും. അതായത് നമ്മളെ ഫീലിങ്സ് ഇല്ലേ, അതായത് നമ്മുടെ ഫീലിങ്സ് എന്ത്, അതിനെ സെപ്പറേറ്റ് ചെയ്ത് കാണാനും, നമ്മളെ ഫീലിങ്സ് അതായത് അത് നമ്മളെ ബോഡി തരുന്ന, അതായത് ഫീലിങ്സ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യാനുള്ളതല്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാഡായാലും ആംഗ്രി ആയാലും അങ്ങനെയുള്ള ഇമോഷൻസൊന്നും നമ്മൾ ആക്ച്വലി അത് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സാധനമല്ല. അത് നമ്മൾ ബോഡി അല്ലെങ്കിൽ നമുക്ക് തരുന്ന കുറച്ച് സിഗ്നൽസാണ്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ സംതിങ് ഒരു ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങളുണ്ടെന്നും എന്ന് വേണ്ട. അതായത് നമ്മളെ ചൈൽഡ്ഹുഡിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ചൈൽഡ്ഹുഡ് ഏതൊക്കെ രീതിയിൽ, പല ആളുകളും പല രീതിയിലായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ട്രോമയായാലും നല്ല ഫീലിങ്ങുകളായാലും എന്തായാലും അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെ മാനേജ് ചെയ്യാം, നമുക്ക് നമ്മളെങ്ങനെ മിനിമം മാനേജ് ചെയ്യാം, എന്നിട്ടല്ലേ നമുക്ക് ബാക്കിയുള്ള നമ്മളെ കുട്ടികളായാലും ബാക്കിയുള്ളവരെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ആസ് എ പാരൻറ്റ്, അല്ലെങ്കിൽ ഇനി പാരൻ്റ് ആവാൻ പോകുന്ന ഒരാൾ, ഒരു മസ്റ്റ് റീഡ് ബുക്കാട്ടോ ഇത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബാക്കി ചാപ്റ്റർ വായിച്ചിട്ട് റിവ്യൂ ഞാൻ വീണ്ടും പറയാം. ഓക്കെ, ബൈ.